Hi friends, exam ഹണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുറെ അധികം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാക്ട് ഡേറ്റ് ഇപ്പൊ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടെന്റേറ്റീവ്ലി 27-ാം തീയതി, ഫെബ്രുവരി 27-ാം തീയതി ആയിരിക്കും ഈ ഒരു പരീക്ഷ നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് പരീക്ഷയുടെ 3 ആഴ്ച മുമ്പ് തന്നെ അവരുടെ വെബ്സൈറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, നിങ്ങൾ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മലപ്പുറത്തെ ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ അഡ്രസ് ആണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സിലേക്കായിരിക്കും നിങ്ങളുടെ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം സെന്റർ വരുന്നുണ്ടാവാം. അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഏതാണോ ആ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്റ്റിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതൊരു ടെന്റേറ്റീവ് ഡേറ്റ് ആണ്. ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം, ചിലപ്പോൾ ഈ സെയിം ഡേറ്റിൽ തന്നെ നടക്കാം, പറയാൻ പറ്റില്ല. അപ്പൊ ഇതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി നോക്കേണ്ട ഒരു കാര്യം, കാരണം ഇനി വരുന്ന പരീക്ഷകൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു സാലറി സ്കെയിലും അതേപോലെ തന്നെ കുറച്ചും കൂടി സെക്യൂരിറ്റിയിൽ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബും കൂടെ തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ തന്നിട്ടുള്ള സിലബസ് എന്താണോ, അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിലബസ് എന്താണോ ആ സിലബസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി പ്രോപ്പർ പ്രിപ്പറേഷൻസ് ഇനി മുതൽ കണ്ടക്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, ഇങ്ങനെ 2 പരീക്ഷകളാണ് ഇതിലുള്ളത്. അതിന്റെ കൂടെ തന്നെ ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സ് ഡ്യൂറേഷൻ 3 സെക്ഷൻ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഒന്നാമത്തെ സെക്ഷൻ ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കിന്, പിന്നെ ജനറൽ നോളജ് 40 മാർക്കിന്, പിന്നെ അതേപോലെ തന്നെ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 മാർക്കിനാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള കുറെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജനറൽ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കറണ്ട് അഫയേഴ്സിലൊക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജനറൽ നോളേജ് സെക്ഷൻ കുറച്ച് വാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള സെക്ഷൻസ് കൂടാതെ തന്നെ കുറെ അധികം കറണ്ട് അഫയേഴ്സ്, ഇപ്പൊ 2021 കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ 2020-21 കാലഘട്ടത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്, ക്വസ്റ്റ്യൻസിനായിരിക്കും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരിക. അത് കൂടാണ്ട് തന്നെ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മാത്സിലും റീസണിംഗിലും വരാൻ ചാൻസസ് ഉള്ളത്. മുൻ വർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ 10 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഡേറ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് ഡേറ്റ് വരുമ്പോൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് വന്നു. 27/2/2022 പരീക്ഷ നടക്കുന്നുണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനറൽ ഇംഗ്ലീഷ് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതാണ് ഈ ജനറൽ ഇംഗ്ലീഷ്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് നോളജ് ഉള്ള ഒരു സെക്ഷൻ ആയിരിക്കും. അതേപോലെ ജനറൽ നോളജ് ആണെന്നുണ്ടെങ്കിൽ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. കുറെ അധികം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മാത്രം മതി. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് എഫേർട്ട് ഇട്ട് ഈ ഒരു 2 മാസം പ്രോപ്പർ പ്രിപ്പറേഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഈ ഒരു നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വളരെ അടിപൊളി പാക്കേജ് ആണ്, സാലറി പാക്കേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു റെപ്യൂട്ടേഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പരീക്ഷ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായി. ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് വായിക്കേണ്ട സമയമായി. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോ ഇന്ന് ഫാക്ട് അബൌട്ട് ഇന്ത്യ അല്ലെങ്കിൽ ഫാക്ട് അബൌട്ട് കേരള ഒരു പർട്ടിക്കുലർ സെക്ഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന സെക്ഷനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാനും വായിക്കാനും നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ 2021 നടന്നിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എസ്പെഷ്യലി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ ന്യൂസ് പേപ്പറുകളിൽ വന്നിട്ടുള്ള ഹെഡിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. ഞാൻ കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ മുൻ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഇനി വരുന്ന വീഡിയോസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറെ അധികം കണ്ടന്റുകൾ, അതായത് essay,
കോംപ്രഹെൻഷൻ പോലത്തെ കണ്ടന്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാമിന്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ട് റെഡിയാക്കി മനസ്സിലാക്കി റെഡിയാക്കി വെക്കാം. കൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത്യാവശ്യം പേപ്പർ വായിക്കുന്ന ആൾക്കാരൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വർഷം നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. കൂടാതെ തന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ശ്രമിക്കാം. ബാക്കി ഇന്റർവ്യൂയുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നമ്മൾ അവസാനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം പ്രിപ്പറേഷൻസ് ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്യുക. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ, കാരണം 2 മാസം നമുക്ക് ഈ ഒരു 2 മാസം പ്രോപ്പർ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടുന്ന ഒരു പരീക്ഷയാണിത്. വലിയ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി, കാരണം ഒരു ഡേറ്റ് ഒരു 2 മാസം മുമ്പ് തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. അപ്പൊ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് അന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇനിയും പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ബെസ്റ്റ് ടൈമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇന്നിപ്പോ ഡിസംബർ ഒരു 22, 23 ഡേറ്റുകൾ ആവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് 2 മാസം പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യം പഠിക്കുക. മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. പിന്നെ പരീക്ഷയുടെ ഒരു ടെന്റേറ്റീവ് ഡേറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷൻസ്, അതേപോലെ കറണ്ട് അഫെയർ, GK എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാനുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫ്രം എക്സാം ആൻഡ് കേരള.